സമ്പത്തുകളുടെ ദേവനായ കുബേരൻ തന്റെ അധികാരത്തിൽ ഗർവിഷ്ഠനായിരുന്നു. അയാളുടെ കൊട്ടാരം സ്വർണവും വെള്ളിയും കൊണ്ട് നിർമ്മിതമായിരുന്നു. കൊട്ടാര ചുമരുകൾ വിലപിടിപ്പുള്ള വജ്രവും മരതകവും കൊണ്ട് അലങ്കൃതമായിരുന്നു. ഇത്രയും അധികം നിധികളുള്ള കുബേരൻ അഹങ്കാരിയായി മാറി. എനിക്ക് തുല്യനായി ആരും തന്നെയില്ല. അയാൾ ഇങ്ങനെ കരുതാൻ കാരണം ഒരിക്കൽ മഹാവിഷ്ണു സ്വയം അയാളുടെ അടുത്ത് നിന്ന് കടം വാങ്ങിയിരുന്നു. അയാൾ തന്റെ സ്വത്ത് മുഴുവനും ശിവഭഗവാന്റെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിച്ചു. അതിനായി അയാൾ കൈലാസത്തിലേക്ക് യാത്രയായി. ഭഗവാനെ, അവിടുന്നും ദേവിയും ഇന്നു രാത്രി അത്താഴത്തിന് എന്റെ കൊട്ടാരത്തിലേക്ക് വന്നാലും. കുബേരന്റെ ഉദ്ദേശം മനസ്സിലായി. ഈ ക്ഷണം സ്നേഹത്തിന്റെ പേരിലുള്ളതല്ല. ഇയാളെ ഒരു പാഠം പഠിപ്പിക്കണം. ക്ഷമിക്കണം. ഇന്ന് രാത്രി വരാൻ പറ്റില്ല. ഭഗവാനെ, ഞാൻ എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. അവിടുന്ന് വന്നില്ലെങ്കിൽ അതെനിക്ക് വലിയ നിരാശയാവും. ശരി, അങ്ങനെയെങ്കിൽ ഞാൻ എന്റെ പുത്രനെ അയക്കാം. ഗണപതിയെ കണ്ട കുബേരൻ നിരാശനായി. എന്റെ പ്രൗഢിയെപ്പറ്റി ഇവനെന്തറിയാം? അരമനസ്സോടെ കുബേരൻ, ശരി, ഞാൻ കൂട്ടിക്കൊണ്ടുപോകാം. ഒരു മുന്നറിയിപ്പ് നൽകട്ടെ. ഇവൻ അത്യാർത്ഥിയോടെ ഭക്ഷണം കഴിക്കുന്നവനാണ്. സാരമില്ല, മതിയാവോളം ഞാൻ നൽകാം. ഒരു സൈന്യം മുഴുവൻ കഴിക്കാനുള്ള ഭക്ഷണത്തിന് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ശരി, കൊണ്ടുപോയിക്കോളൂ. പുത്ര, ഇന്ന് രാത്രി ഇദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലാണ് നിനക്ക് വിരുന്ന്. എനിക്ക് മോദകം കിട്ടുമോ? തീർച്ചയായും, മതിയാവോളം കഴിക്കാം. ശരി, ഞാൻ വരാം. അങ്ങനെ രണ്ടുപേരും കൊട്ടാരത്തിലെത്തി. രാജകൊട്ടാരം കണ്ട ഗണപതി അത്ഭുതപ്പെട്ടുപോയി. ഈ കൊട്ടാരം താങ്കളുടേതാണോ? അതെ, എന്റേതു തന്നെ. കുബേരൻ ഗണപതിയെ കൊട്ടാരം മുഴുവനും ചുറ്റിക്കാണിച്ചു. കൊട്ടാരം മുഴുവനും രത്നങ്ങൾ പതിച്ച ആനക്കൊമ്പുകൾ കൊണ്ട് നിർമ്മിച്ച മേശയും കസേരയും കൊണ്ട് ജ്വലിച്ചുകൊണ്ടിരുന്നു. കുബേരൻ ഗണപതിയെ ഭോജനമുറിയിലേക്ക് കൊണ്ടുപോയി. ചോറും വടയും മോദകങ്ങളും പായസവും നിറച്ച കുട്ടകങ്ങൾ കണ്ട് ഗണപതിക്ക് വളരെ സന്തോഷമായി. അത്താഴം വിളമ്പി. ആഹാ, എന്ത് സ്വാദുള്ള ഭക്ഷണം! ഗണപതി അത്താഴം ആസ്വദിക്കുന്നത് കണ്ട് കുബേരന് സന്തോഷമായി. ഭക്ഷണം വീണ്ടും വിളമ്പി. ഗണപതി അത് മുഴുവനും കഴിച്ചു. വീണ്ടും വിളമ്പി, അതും മുഴുവനും കഴിച്ചു. ഭക്ഷണത്തിന്റെ അളവ് കുറേശ്ശെയായി കുറയാൻ ആരംഭിച്ചു. ഇത് കണ്ട കുബേരൻ ഞെട്ടി. എന്താ, ഭക്ഷണം മതിയായോ? ഇല്ല, എനിക്ക് ഇനിയും വേണം. എനിക്കിത് മുഴുവനും തിന്ന് തീർക്കണം. കുബേരന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മെല്ലെ മെല്ലെ പാചകം ചെയ്ത ഭക്ഷണം കുറയാൻ തുടങ്ങി. പക്ഷേ ഗണപതിയോ നിർത്തിയതേയില്ല. എല്ലാവരും ഭക്ഷണം വിളമ്പാനായി ഓടി നടന്നിട്ടും അത്യധികം വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്ന ഗണപതിയുമായി ഒത്തുപോകാൻ കഴിഞ്ഞില്ല. ഒരു കുശിനിക്കാരൻ കുബേരന്റെ പക്കൽ വന്ന്, ഭക്ഷണം മുഴുവൻ തീർന്നുപോയി. കുബേരൻ നിശ്ചലനായി നോക്കി നിന്നു. എനിക്ക് വിശക്കുന്നു. ഭക്ഷണം വിളമ്പിയാലും. കാത്തു നിൽക്കാനാവാതെ ഗണപതി അകത്ത് ചെന്ന് പച്ചക്കറികളും ധാന്യങ്ങളും മുഴുവനും എടുത്തു കഴിച്ചു. എന്നിട്ടും വിശപ്പടങ്ങിയില്ല. അവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ, കുറ്റിച്ചെടികൾ, വള്ളിച്ചെടികൾ, പാത്രങ്ങൾ, മേശകൾ, കസേരകൾ എല്ലാം വിഴുങ്ങി. എന്നിട്ടും വിശപ്പടങ്ങിയില്ല. എനിക്കിപ്പോഴും വിശക്കുന്നു. എനിക്ക് ഭക്ഷണം തന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. കുബേരന് ഗണപതിയെ സാന്ത്വനപ്പെടുത്താൻ ഒരു വഴിയും കിട്ടിയില്ല. വിഘ്നേശ്വര, നിർത്തൂ. ഇനി ഒന്നും ബാക്കിയില്ല. ഞാൻ എന്തു ചെയ്യും? എനിക്ക് എന്തെങ്കിലും തരൂ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഭക്ഷിക്കട്ടെ. പെട്ടെന്ന് കുബേരന് ശിവഭഗവാനെ പറ്റി ഓർമ്മ വന്നു. ശിവഭഗവാന് മാത്രമേ തന്നെ സഹായിക്കാനാവൂ എന്ന് തോന്നി അയാൾ കൈലാസത്തിലേക്ക് ഓടി. എന്നോട് ക്ഷമിക്കണം ഭഗവാനെ, അവിടുത്തേക്ക് മാത്രമേ എന്നെ രക്ഷിക്കാനാവൂ. കുബേരൻ ശിവഭഗവാന്റെ കാൽക്കൽ വീണ് പ്രണമിച്ചു. ശിവഭഗവാനും അയാൾക്ക് മാപ്പ് കൊടുത്ത്, നിങ്ങൾ നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി. എന്റെ പുത്രന് ഈ ലോകത്തെ മുഴുവനും ഭക്ഷിക്കാനാവും. ഈ അവൽ
അവന് സ്നേഹപൂർവ്വം നൽകൂ. നിങ്ങൾക്ക് അവന്റെ അനുഗ്രഹം സിദ്ധിക്കും. കുബേരൻ അവലെടുത്തുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയി. വിഘ്നേശ്വര, എന്നോട് ക്ഷമിക്കണം. താങ്കൾ ഈ അവൽ ഭക്ഷിച്ച് ദയവായി എന്നെ അനുഗ്രഹിക്കണം. ഗണപതി ആ അവൽ ഭക്ഷിച്ചപ്പോൾ വിശപ്പ് ശമിച്ചു. ഇത് കണ്ട കുബേരന് ആനന്ദം കൊണ്ട് കണ്ണു നിറഞ്ഞു. അയാൾ വിഘ്നേശ്വരന്റെ കാൽക്കൽ വീണ് പ്രണമിച്ച് അനുഗ്രഹാശിസ്സുകൾ നേടി.